ഇനി സ്വർഗത്തെ സ്വർഗമാക്കുന്ന മൂന്നാമത്തെ കാര്യം, ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നവരിലേക്ക് ദൈവികമായ ആനന്ദം, സന്തോഷം, ആഹ്ലാദം നിറയും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവിൻ എന്നുള്ള ശീർഷകത്തിൽ നമ്മൾ നടത്തുന്നതായ വചന വിചിന്തന പരമ്പരയുടെ 13ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരരെ, കർത്തൃ പ്രാർത്ഥനയിലേക്കാണല്ലോ നമ്മൾ കടക്കുന്നത്. അതിന്റെ സംബോധന സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന സംബോധനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. പിതാവ് എന്ന സംബോധനയുടെ അർത്ഥവും പ്രസക്തി നമ്മൾ ശ്രദ്ധിച്ചു. ഞങ്ങളുടെ എന്ന് ചേർത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ശേഷം ശ്രദ്ധിക്കുകയുണ്ടായി. ഇത് നമുക്ക് സ്വർഗസ്ഥനായ എന്നുള്ള ഒരു പരാമർശത്തിലേക്ക് കടക്കാം. നമ്മൾ കഴിഞ്ഞ പറയുകയുണ്ടായി, സ്വർഗസ്ഥനായ എന്ന് പറയുമ്പോൾ മറുവശത്ത് നരകസ്ഥനായ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പിതാവിന്റെ സൂചന ബൈബിളിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ സ്വർഗസ്ഥനായ പിതാവ് എന്ന് പറയുന്നത്, സ്വർഗം എന്താണ്? സ്വർഗമെന്ന് കേൾക്കുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്ന ചിത്രം? 3 കാര്യങ്ങളുണ്ട് സ്വർഗത്തെ സ്വർഗമാക്കുന്നതായിട്ട്. ഒന്ന്, ദൈവത്തിന്റെ സാന്നിധ്യം. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയോ സ്വർഗം അവിടെ വരും. പിതാവിന്റെ പക്കലേക്ക് ഞാൻ പോകുന്നു, എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ പോകുന്നു. ഈശോ നമുക്കറിയാമല്ലോ, ആദ്യത്തെ യോഹന്നാൻ 13ാം അധ്യായത്തിലും 14ലും ഒക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. പിതാവിന്റെ ഭവനം, പിതാവുള്ളിടം, പിതാവിന്റെ വീട്, അതാണ് സ്വർഗം. മജിസ്ട്രേറ്റ് എവിടെയുണ്ടോ അവിടെ കോടതിയാന്ന് പറയും. രാത്രിയിലെ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തെ കണ്ട് ഒരു കാര്യം തീരുമാനിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ആൾക്കാരെ അങ്ങനെ അത്യാവശ്യം പോകാറുണ്ട്. പോലീസുകാർ ആൾക്കാരെ കൂട്ടിക്കൊണ്ട് മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ചെന്നു. വീട്ടിലെ മജിസ്ട്രേറ്റ് ഇരുന്നു കൊണ്ട് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ കോടതി തന്നെയാണ്. മജിസ്ട്രേറ്റ് എവിടെയോ കോടതി അവിടെ എന്നൊരു ചൊല്ല് തന്നെ അങ്ങനെയുണ്ട്. ദൈവം എവിടെയോ സ്വർഗം അവിടെ. അപ്പൊ ഒന്നാമത്തെ സ്വർഗത്തെ സ്വർഗമാക്കുന്നതിന് ഒന്നാമത്തെ ഘടകം ദൈവമാണ്. ദൈവം എവിടെയുണ്ടോ അവിടെ ദൈവത്തിന്റെ മലാഖമാരും ദൈവത്തിന്റെ പ്രിയപ്പെട്ട വിശുദ്ധരെല്ലാവരും ഉണ്ടാകും. റാണീച്ച എവിടെ പോകുന്നോ, എങ്ങോട്ട് പറക്കുന്നോ, ഏത് മരക്കമ്മ പോയിരിക്കുന്നോ അവിടെ ഈച്ചക്കൂട്ടം, തേനീച്ചക്കൂട്ടം മുഴുവനും പൊതിയും. റാണിയെ ചുറ്റിപ്പറ്റി, റാണീച്ച ഒരിക്കലും ഒറ്റയ്ക്ക് പോവുകയല്ല, ഒറ്റയ്ക്ക് പോകാൻ പറ്റുകയല്ല. തേനീച്ചക്കൂട്ടം ഒപ്പം കൂടത്തി വരും. ഒരു മുഖ്യമന്ത്രി ഒരിക്കലും ഒറ്റയ്ക്ക് പോകുന്നില്ല, ഒരു പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് പോകുന്നില്ല. മുഖ്യമന്ത്രി ഒരു സ്ഥലത്ത് വരുമ്പോൾ അവിടെ ആ സ്ഥലം MLA, അവിടുത്തെ ജനപ്രതിനിധികൾ, നേതാക്കന്മാര്, ജനങ്ങള് ഒപ്പം അതിനു മുമ്പ് ആ പരിസരം മുഴുവനും പരിശോധിച്ചും സുരക്ഷ ഒരുക്കിയും വഴി ഒരുക്കിയും എല്ലാമായിട്ട് പോലീസ് സംഘം എല്ലാം എത്തിയിരിക്കും. അപ്പൊ മുഖ്യമന്ത്രി എവിടെയോ അവിടെ ഒരു സന്നാഹം തന്നെ വരും. ഒഫീഷ്യലായിട്ട് തന്നെ അങ്ങനെയാണ്. അപ്പൊ ദൈവം എവിടെയോ ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തെ അറിയുന്നവരും ദൈവത്തിന്റെ ശുശ്രൂഷകരും മലാഖമാരെല്ലാം കൂട്ടത്തിൽ വരും. ഇതാണ് സ്വർഗത്തെ സ്വർഗമാക്കുന്ന ഒന്നാമത്തെ ഘടകം. രണ്ടാമത്തേത്, അങ്ങനെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടുത്തെ വിശുദ്ധർക്കും മലാഖർക്കും എല്ലാം ഒപ്പം എവിടെയെങ്കിലും ഉണ്ടാകുമ്പോൾ, അല്ല സ്വർഗത്തിലുണ്ടായിരിക്കുമ്പോൾ, അവിടെ ഈ ദൈവത്തെ അറിയുന്ന വ്യക്തികൾ എപ്പോഴും ദൈവത്തിന് സ്തുതി പാടും. അറിയുന്നവര് അവിടുത്തെ സ്നേഹിക്കും. അവിടുത്തെ അറിയുന്നവരെല്ലാം അവിടുത്തെ സ്നേഹിക്കും. സ്നേഹിക്കുന്നവരെ സ്നേഹം, സന്തോഷം പ്രകടിപ്പിക്കും. അത് സ്തുതിപ്പാണ്, കൃതജ്ഞതയാണ്, ആരാധനയാണ്. മലാഖമാര് സ്വർഗത്തിൽ നിന്ന് ബെത്ലഹേമിൽ വന്ന് ദൈവത്തിന്റെ വലിയ പ്രവൃത്തി അറിയിച്ചു. രക്ഷകൻ പറഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്ക് ഇവര് നോക്കി നിൽക്കാൻ പറ്റുന്നില്ല, കാത്തു നിൽക്കുകയല്ല. അവര് സ്പോണ്ടേനിയസ് ആയിട്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി എന്ന് പറഞ്ഞൊരു സ്തുതിക്കുകയാണ്. പുതിയ നിയമത്തിന്റെ പേജുകളിലൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ദൈവത്തിന്റെ നന്മയും സ്നേഹവും ഇടപെടലും ഈശോയുടെ ശുശ്രൂഷകളിലൂടെ അനുഭവിക്കുന്ന വ്യക്തികളെ കുറിച്ച് ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഇതാണ്. ഇത് കണ്ടവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി, ദൈവത്തെ സ്തുതിച്ചു. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് അവര് തിരിച്ചു പോയി. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തിക്കൊണ്ട് അവർ ഈശോയെ അനുഗമിച്ചു. അപ്പൊ ദൈവത്തിന്റെ നന്മ അനുഭവിക്കുന്നവർ അവിടുത്തെ സ്നേഹിക്കും, സ്തുതിക്കും. ഒരു മുഖ്യമന്ത്രി, ചിലപ്പോഴൊക്കെ ചില മുഖ്യമന്ത്രിമാരും ജനപ്രതിനിധികളൊക്കെ വലിയ പോപ്പുലറാണ്, ജനപ്രീതിയുള്ളവരാണ്, ജനങ്ങൾ ഒത്തിരി സ്നേഹിക്കും, ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിട്ടുള്ള നേതാക്കന്മാര് അവരുടെ എവിടെ ചെന്നാലും ആളുകൾ പൊതിയും. അവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എല്ലാവർക്കും പറയാൻ കാണും. അങ്ങനത്തെ ഒരു ജനനായകൻ മരിക്കുമ്പോൾ പ്രത്യേകിച്ചും ജനങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ട്
കൊണ്ട് പുറകെ ചെല്ലുന്നു, ചുറ്റും കൂടുന്നു, വഴിയോരങ്ങൾ കാത്തു നിൽക്കുന്നു, കവറിടത്തേക്ക് ചെന്ന് സന്തോഷം നന്ദി പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ്. അപ്പൊ ഒരു വ്യക്തിയുടെ, ഭൂമിയിലെ ഒരു നേതാവിന്റെ നന്മ അനുഭവിച്ച വ്യക്തികള് ആ വ്യക്തി പക്കെ ചെല്ലാനായിട്ട്, നേതാവിനൊക്കെ ചെല്ലാനായിട്ട് താല്പര്യപ്പെടുക്കുന്നു. മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കല്ലറിയിക്കല്, അരാണിക്കല്. എന്നിട്ട് അവരിങ്ങനെ കണ്ണീരോടുകൂടെ സന്തോഷത്തോടെ, മരണമാണ്, വേദനയുണ്ട്, പക്ഷെ കാരണം സന്തോഷം, വ്യക്തിയുടെ നന്മയൊക്കെ സന്തോഷം. അപ്പം ഒരു വ്യക്തിയുടെ നന്മ അനുഭവിക്കുന്ന അനുസരിച്ച് ആളുകൾ അവരെ സ്നേഹിക്കും. ആ സ്നേഹം അവര് സന്തോഷത്തിന്റെ വാക്കുകളും പ്രകടിപ്പിക്കും. അങ്ങനെ ഭൂമിയിലെ ഒരു വ്യക്തിയെ പറ്റി ശരിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ നന്മ സാന്നിധ്യം അനുഭവിക്കുന്ന മാലാഖമാര് എന്താ ചെയ്യുക? അവർക്ക് ഒന്നും ചെയ്യാൻ വേറെ പറ്റുന്നില്ല. നിരന്തരം ദൈവത്തെ സ്തുതിക്കുകയാണ്, ആരാധിക്കുകയാണ്. അവിടുന്ന് സ്തുതിയും നന്ദിയും ആരാധനയും സ്വീകരിക്കാൻ അർഹനാണ്. അവിടുന്നാണ് സകലതും സൃഷ്ടിച്ചത്. ഞങ്ങളെ സൃഷ്ടിച്ചു, ദൃശ്യവും അദൃശ്യവും സകലം സൃഷ്ടിച്ചു. നമുക്ക് വെളിപാട് പുസ്തകത്തിന്റെ പേജിൽ കാണാൻ പറ്റും. ഇങ്ങനെ പറഞ്ഞ് ദൈവം സ്തുതിക്കുന്ന അനുഭവം നമ്മൾ ബൈബിളിലേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ സ്തുതിക്കുന്ന ദൂതഗണങ്ങളുടെ സാന്നിധ്യമാണ് കാണുക. വെളിപാട് പുസ്തകം 4-ാമത്തെ അധ്യായത്തില് 8-ാമത്തെ തിരുവചനം നമ്മൾ വായിക്കുകയാണ്. ഈ സറാഫുകള് ദൈവത്തിന്റെ സിംഹാസനത്തിന് ചുറ്റും നിന്നുകൊണ്ട് അവ ചെയ്യുന്ന കാര്യം രാപകൽ ഇടവിടാതെ അവ ഉദ്ഘോഷിക്കുന്നു. ആയിരുന്നവരും ആയിരിക്കുന്നവരും വരായിരിക്കുന്നവരും സർവശക്തനും ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. രാപകൽ ഇടവിടാതെ ഇങ്ങനെ ഉദ്ഘോഷിച്ച് സ്തുതിക്കുക എന്ന് പറഞ്ഞിരിക്കുകയാണ്. വീണ്ടും 7-ാമത്തെ അധ്യായം നമുക്കറിയാം, 15-ാം വാക്യം. വെള്ളയം കഴിഞ്ഞ് വലിയ ജനാബലി ശ്രേഷ്ഠന്മാർ 24 പേര്, ഇവര് ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുകയും അവിടുത്തെ ആലയത്തിൽ രാപകൽ അവിടുത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുന്നു. ശുശ്രൂഷ എന്ന് പറയുമ്പോൾ എന്താണ്? കാല് തിരുമ്പി കൊടുക്കുകയോ വീശി കൊടുക്കുകയോ വെള്ളം കുടിക്കാൻ കൊടുക്കുക, അതൊന്നുമല്ല. നമുക്ക് സ്വർഗത്തിലൊന്നുമില്ല. പിന്നെ എന്താണ്? സ്തുതിക്കുകയാണ്. ഇവിടെ 7-ാം അധ്യായത്തില് 10-11 വാക്യങ്ങളില് ഈ 24 ശ്രേഷ്ഠന്മാരും വെള്ളയം കഴിഞ്ഞവർ നിരന്തരം ദൈവത്തെ സ്തുതിച്ച്, അതാണ് ശുശ്രൂഷ. ശരിക്കും ശുശ്രൂഷയല്ല, ദൈവത്തെ അനുഭവിക്കുന്നതാണ്. ആ അനുഭവത്തിന്റെ ആനന്ദം ഒരു പങ്കുവെക്കുന്നതാണ്. ഈ രംഗം തന്നെയാണ് നമ്മൾ വെളിപാട് 19-ാം അധ്യായത്തിലും ചെറിയവരും വലിയവരും എല്ലാവരും സ്തുതിക്കുന്ന രംഗം പറയുമ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ദൈവത്തെ നിരന്തരം സ്തുതിക്കുന്ന ഒരു അനുഭവം സ്വർഗത്തിൻ്റെതായിട്ട് നമ്മൾ കാണും. അപ്പൊ സ്വർഗത്തിന്റെ നിരന്തര പ്രവൃത്തി, സംഭവം, സ്തുതിപ്പ്, ദൈവസ്നേഹം അനുഭവിക്കുന്നു, സ്തുതിക്കുന്നു, കൃതജ്ഞത അർപ്പിക്കുന്നു, ആരാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി സ്വർഗത്തെ സ്വർഗമാക്കുന്ന 3-ാമത്തെ കാര്യം, ഇങ്ങനെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നവരിലേക്ക് ദൈവികമായ ആനന്ദം, സന്തോഷം, ആഹ്ലാദം നിറയും. അത് അവര് പല രീതിയിലും പ്രകടിപ്പിക്കും. ആർത്ത് വിളിച്ച് സുവിശേഷത്തിന്റെ പേജുകൾ ഈശോയുടെ ശുശ്രൂഷ സ്വീകരിച്ച വ്യക്തികള് ഈശോയുടെ സാന്നിധ്യവും ശുശ്രൂഷയും വഴി അനുഭവിച്ച സ്നേഹത്തെ ഓർത്ത്, സ്വീകരിച്ച നന്മകളെ ഓർത്ത് ഇങ്ങനെ ആർത്ത് വിളിച്ച് സ്തുതിക്കുന്നതാണ്, ആനന്ദിച്ച് ആഹ്ലാദിക്കുകയാണ്. ഇത് നമുക്ക് ബൈബിളിന്റെ പേജുകളിൽ കാണാനായിട്ട് പറ്റും. സ്വർഗീയ രംഗങ്ങള് നമുക്ക് ഏറ്റവും അധികമായിട്ട് കാണിച്ചിരുന്നത് വെളിപാടിന്റെ പുസ്തകമാണല്ലോ. വെളിപാട് പുസ്തകത്തിൽ 7-ാമത്തെ അധ്യായം ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ബാക്കി വായിക്കുമ്പോൾ 16-17, ഇനി ഒരിക്കലും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല, വെയിലോ ചൂടോ അവിടെ മേൽ പതിക്കുകയില്ല. ഇവിടെ പറയുകയാണ് 17-ാം വാക്യത്തില്, ദൈവം അവിടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. വിശപ്പില്ല, ദാഹമില്ല, അതിന്റെ ക്ഷീണങ്ങളില്ല, വെയിലും ചൂടും പതിച്ചുള്ള തളർച്ചയില്ല, കണ്ണീരെല്ലാം തുടച്ചു മാറ്റപ്പെടുന്ന അനുഭവം അങ്ങനെ കാണുകയാണ്. വീണ്ടും വെളിപാട് പുസ്തകത്തിന്റെ 14-ാം അധ്യായത്തിൽ 3-ാം വചനത്തില് നമ്മൾ കാണുകയാണ് കുഞ്ഞാടിന്റെ അനുയായികളെ കുറിച്ച്. അവർ ചെയ്യുന്നതായിട്ട് പറഞ്ഞിരിക്കുന്നത്, അവര് ഒരു പുതിയ ഗാനം ആലപിച്ചു. അത് ഭൂമിയുള്ള ആർക്കും പഠിക്കാൻ പറ്റത്തില്ല. സ്വർഗീയ അനുഭവത്തിലേക്ക് വരുന്നതിന് മാത്രം പഠിക്കുന്ന ഗാനം ആലപിക്കുക, പാട്ടുപാടുക എന്ന് പറഞ്ഞ ആനന്ദത്തിന്റെ ഒരു പ്രകടിപ്പിക്കലാണ്. 15-ാം അധ്യായത്തിലും 3-ാം വാക്യം ഇതേ കാര്യം പറയുന്നുണ്ട്. ഇവര് ദൈവത്തിന്റെ ദാസനായ മോശയുടെയും കുഞ്ഞാടിന്റെയും ഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് പറഞ്ഞു, പാട്ടുപാടിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയാണ്. വീണ്ടും വെളിപാട് 19-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തില് നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം, ആനന്ദിക്കാം, ആഹ്ലാദിക്കാം, ആർപ്പ് വിളിച്ച് ദൈവത്തെ സ്തുതിക്കാം, അവിടത്തേക്ക് മഹത്വം നൽകാം
എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ സ്വർഗീയ ആനന്ദം പങ്കുവെക്കുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. 21-ാമത്തെ അധ്യായത്തില് 4-ാമത്തെ വാക്യത്തിലും 3-4 വാക്യങ്ങള് ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും. സ്വർഗമാണ്. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവര്, നമ്മൾ പറഞ്ഞതാണ് സ്വർഗമാകും ദൈവത്തിന്റെ സാന്നിധ്യം. അത് അനുഭവിക്കുന്നവര് അവർ സ്തുതിക്കുന്നു. അപ്പൊ അവരുടെ അനുഭവം എന്താ? 3-ാമത്തെ കാര്യം അതാ പറയുന്നത്, അവിടുന്ന് അവരുടെ കൂടെയായിരിക്കും. അവിടുന്ന് അവരുടെ മെഴികളിൽ നിന്ന് കണ്ണീർ തുറച്ചു മാറ്റും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേലിൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. ദുഃഖമോ മുറവിളിയോ വേദന ഉണ്ടായിരിക്കുകയില്ല. ധൂർത്തപത്രം തിരിച്ചെത്തി കഴിയുമ്പോൾ ആ വീട്ടില് ആനന്ദത്തിന്റെയും ആഘോഷത്തിന്റെയും ഗാനത്തിന്റെയും വിരുന്നിന്റെ എല്ലാം ശബ്ദം ഉയർന്നു വായിക്കുന്ന പോലെയാണ്. സ്നേഹമുള്ള സഹോദരൻ, സ്വർഗമെന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ 3 അടിസ്ഥാന ഘടകങ്ങൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ദൂതരുടെയും വിശുദ്ധരുടെ സാന്നിധ്യം ഒപ്പം വരുന്നു. 2, അവർക്ക് ദൈവത്തിന്റെ നന്മയും സ്നേഹം കാണുമ്പോൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിന്റെ സ്തുതിയും ആരാധനയും നന്ദി അർപ്പിക്കാൻ പറ്റത്തില്ല. നിരന്തരം സ്തുതി ഉയരുന്നു. 3, അതിന്റെ ഫലമായിട്ട് അവര് മുഴുവൻ ആനന്ദം, സന്തോഷം നിറയുന്നു. കണ്ണീര്, സകലവേദന എല്ലാം മാറിപ്പോകുന്നു. അതാണ് സ്വർഗീയ സന്തോഷം, സ്വർഗീയ ആനന്ദം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ.